നമസ്കാരം. ഇന്ന് നമ്മൾ ഹാസിൻ്റെ, ഹാവിൻ്റെ, ഹാഡിൻ്റെ എന്നീ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നെഗറ്റീവ് ചോദ്യരൂപങ്ങൾ ഉണ്ടാക്കി പഠിക്കുന്നതിനോടൊപ്പം ഇല്ലേ, അല്ലേ, ഉണ്ടായിരുന്നില്ലേ, ആയിരുന്നില്ലേ, ഉണ്ടാകില്ലേ, വേണ്ടേ ഇതുപോലെയുള്ള ധാരാളം നെഗറ്റീവ് ചോദ്യങ്ങൾ ചോദിക്കുവാനും പഠിക്കുകയാണ്. ഇവ പഠിക്കുന്നത് മൂലം ആരോടും നമ്മുടെ ഏതൊരാവശ്യവും മടി കൂടാതെയും തെറ്റുകൂടാതെയും ചോദിക്കുവാൻ നമുക്ക് കഴിയുന്നതാണ്. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി പഠിക്കുവാൻ വളരെ വളരെ എളുപ്പവുമാണ്. വ്യത്യസ്തമായ വിവിധ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വളരെ ചെറിയ വ്യത്യാസങ്ങൾ ചോദ്യവാക്കുകളിൽ പ്രയോഗിച്ചാൽ മാത്രം മതിയാവും. നമുക്ക് നമ്മുടെ പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. ഇവിടെ ഇടതുഭാഗത്ത് ഹാസിൻ്റെ, ഹാവിൻ്റെ ഉപയോഗിച്ചുകൊണ്ടുള്ള നെഗറ്റീവ് സെൻറ്റൻസുകളും വലത് ഭാഗത്ത് അവ ഉപയോഗിച്ചുള്ള ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകളുമാണ് തന്നിട്ടുള്ളത്. ഹാസിൻ്റെ, ഹാവിൻ്റെ ഈ രണ്ട് വാക്കുകൾക്കും ഇല്ല എന്നാണ് അർത്ഥം. ഇതിൽ ഹാസിൻ്റെ ഏകവചനവും ഹാവിൻ്റെ ബഹുവചന രൂപവുമാണ്. ഇത് രണ്ടും പ്രസൻറ്റ് ടെൻസിൽ ഉള്ളതാണ്. നമുക്ക് ഇടതുഭാഗത്ത് എഴുതിയിരിക്കുന്ന സെൻറ്റൻസുകളെ വലത് ഭാഗത്തെ ചോദ്യരൂപമാക്കി മാറ്റുന്ന രീതി പഠിക്കാം. ഇത് വളരെ 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 എളുപ്പമാണ്. കാരണം ഇതിൽ പച്ചമൊഴിയിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള ഇടതുവശത്തെ സെൻറ്റൻസുകളിലെ വാക്കുകൾ എടുത്ത ആ വാചകങ്ങളുടെ ആദ്യം ഇട്ടാൽ മാത്രം മതി. അതൊരു ചോദ്യവാചകമായിട്ട് മാറും. ചോദ്യവാചകമാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയുവാൻ ആ വാചകത്തിൻ്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർക്കണം. ഇത്രയേ ഉള്ളൂ ആകെ ഉള്ളത്. അത്രയ്ക്കും എളുപ്പമാണിത്. അപ്പം നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഷീ ഹാസിൻ്റെ ക്യൂട്ട് ക്യാറ്റ്. ഷീ ഹാസിൻ്റെ അവൾക്കില്ല ഒരു ക്യൂട്ട് ക്യാറ്റ്, മനോഹരമായ പൂച്ച. അവൾക്ക് മനോഹരമായ ഒരു പൂച്ചയില്ല. അവൾക്ക് മനോഹരമായ ഒരു പൂച്ച ഇല്ലേ എന്നാണ് നമുക്ക് ചോദ്യരൂപത്തിലാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതിലെ ഹാസിൻ്റെ എന്ന വാക്കെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാചകത്തിൻ്റെ ആദ്യം ഇടുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുകയും ചെയ്താൽ മതി. അപ്പോൾ ഹാസിൻ്റെ ഷീ എ ക്യൂട്ട് ക്യാറ്റ്, അവൾക്ക് മനോഹരമായ ഒരു പൂച്ച ഇല്ലേ. നെക്സ്റ്റ്, ദ ഡോഗ് ഹാസിൻ്റെ ടു പപ്പീസ്. ദ ഡോഗ് ഹാസിൻ്റെ പട്ടിക്കില്ല ടു പപ്പീസ്, രണ്ട് പട്ടിക്കുട്ടികൾ. പട്ടിക്ക് രണ്ട് പട്ടിക്കുട്ടികൾ ഇല്ല. പട്ടിക്ക് രണ്ട് പട്ടിക്കുട്ടികൾ ഇല്ലേ എന്ന് ചോദിക്കുവാൻ ഹാസിൻ്റെ അടുത്ത് ആദ്യം ഇട്ടു, വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. ഹാസിൻ്റെ ദ ഡോഗ് ടു പപ്പീസ്. നെക്സ്റ്റ്, ഹി ഹാസിൻ്റെ എ ബ്രദർ ആൻഡ് ടു സിസ്റ്റേഴ്സ്. ഹി ഹാസിൻ്റെ അവന് ഇല്ല എ ബ്രദർ ആൻഡ് ടു സിസ്റ്റേഴ്സ്, ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും അവന് ഇല്ല. അവന് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും ഇല്ലേ എന്ന് ചോദിക്കുവാൻ ഇതിലെ ഹാസിൻ്റെ അടുത്ത് ആദ്യം ഇടുകയും വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുകയും ചെയ്താൽ മതി. ഹാസിൻ്റെ ഹി എ ബ്രദർ ആൻഡ് ടു സിസ്റ്റേഴ്സ്. നെക്സ്റ്റ്, ഇറ്റ് ഹാസിൻ്റെ എ വെരി ഇറിറ്റേറ്റിംഗ് നോയ്സ്. ഇറ്റ് ഹാസിൻ്റെ അതിന് ഇല്ല ഒരു വെരി വളരെ ഇറിറ്റേറ്റിംഗ് അരോചകമായ നോയ്സ് ശബ്ദം. അതിന് വളരെ അരോചകമായ ഒരു ശബ്ദം ഇല്ല. അതിന് വളരെ അരോചകമായ ഒരു ശബ്ദം ഇല്ലേ എന്ന് ചോദിക്കുവാൻ അതിലെ ഹാസിൻ്റെ അടുത്ത് ആദ്യം ഇട്ടു, വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഹാസിൻ്റെ ഇറ്റ് എ വെരി ഇറിറ്റേറ്റിംഗ് നോയ്സ്. നെക്സ്റ്റ്, രാജു ഹാസിൻ്റെ എ ന്യൂ ബൈക്ക്. രാജു ഹാസിൻ്റെ രാജുവിന് ഇല്ല എ ന്യൂ ബൈക്ക്, ഒരു പുതിയ ബൈക്ക്. രാജുവിന് ഒരു പുതിയ ബൈക്ക് ഇല്ല. രാജുവിന് ഒരു പുതിയ ബൈക്ക് ഇല്ലേ എന്ന് ചോദിക്കുവാൻ ഹാസിൻ്റെ അടുത്ത് ആദ്യം ഇട്ടു, വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. ഹാസിൻ്റെ രാജു എ ന്യൂ ബൈക്ക്. നെക്സ്റ്റ്, എ ടേബിൾ ഹാസിൻ്റെ ഫോർ ലെഗ്സ്. എ ടേബിൾ ഹാസിൻ്റെ ഒരു മേശയ്ക്കില്ല ഫോർ ലെഗ്സ്, നാലു കാലുകൾ. ഒരു മേശയ്ക്ക് നാല് കാലുകൾ ഇല്ല എന്നൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ആക്കി ഇൻ്ററോഗേറ്റീവ് ആക്കുവാൻ അതിലെ ഹാസിൻ്റെ അടുത്ത് ആദ്യം എഴുതുക, എന്നിട്ട് തുടർന്ന് വായിച്ചിട്ട് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഹാസിൻ്റെ എ ടേബിൾ ഫോർ ലെഗ്സ്, ഒരു മേശയ്ക്ക് നാല് കാലുകൾ ഇല്ലേ. അപ്പോൾ ഇവിടെ ഹാസിൻ്റെ എന്നത് ഏകവചനമാണ്. അത് ഏകവചന സർവനാമങ്ങളുടെയും ഏകവചന നാമങ്ങളുടെയും കൂടെയാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഞാൻ എന്ന അർത്ഥമുള്ള ഐ ഏകവചനമാണെങ്കിലും അതിൻ്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാസിൻ്റെ ഉപയോഗിക്കരുത്. പകരം ഹാവ് അല്ലെങ്കിൽ ഹാവിൻ്റെ മാത്രമേ ഉപയോഗിക്കാവൂ. നെക്സ്റ്റ്, ഹാവിൻ്റെ ഉപയോഗിച്ചുകൊണ്ടുള്ള നെഗറ്റീവ് സെൻറ്റൻസുകളെ നമുക്ക് നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആക്കി എങ്ങനെ മാറ്റാം. സെൻറ്റൻസ് നോക്കൂ. യു ഹാവിൻ്റെ എ ബ്യൂട്ടിഫുൾ വോയിസ്. യു ഹാവിൻ്റെ നിങ്ങൾക്കില്ല എ ബ്യൂട്ടിഫുൾ വോയിസ്,
മനോഹരമായ ഒരു നാദം. നിങ്ങൾക്ക് മനോഹരമായ ഒരു നാദമില്ല. അപ്പോൾ അത് ചോദ്യരൂപമാക്കുവാൻ നിങ്ങൾക്ക് മനോഹരമായ ഒരു നാദം ഇല്ലേ? നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവ് ആണ്. നിഷേധക അർത്ഥത്തിലുള്ള ചോദ്യവാചകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഹാവിൻഡ് എന്ന വാക്കെടുത്ത് ആദ്യം ചേർക്കുക, തുടർന്ന് വായിക്കുക, വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർക്കുക. ഹാവിൻഡ് യു എ ബ്യൂട്ടിഫുൾ വോയിസ്? നിങ്ങൾക്ക് മനോഹരമായ ഒരു നാദം ഇല്ലേ? നെക്സ്റ്റ്, ദേ ഹാവിൻഡ് 2 homes. അവർക്ക് 2 വീടുകൾ ഇല്ല. അവർക്ക് 2 വീടുകൾ ഇല്ലേ എന്ന് ചോദിക്കുവാൻ ഹാവിൻഡ് ദേ 2 homes. നെക്സ്റ്റ്, ഐ ഹാവിൻഡ് 2 brothers. എനിക്ക് 2 സഹോദരന്മാർ ഇല്ല. എനിക്ക് 2 സഹോദരന്മാർ ഇല്ലേ എന്ന് ചോദിക്കുവാൻ അതിൽ ഹാവിൻ്റെ അടുത്ത് ആദ്യം ഇടുക, വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. ഹാവിൻഡ് ഐ 2 brothers. നെക്സ്റ്റ്, ദേ ഹാവിൻഡ് എ ലോട്ട് ഓഫ് പ്രോപ്പർട്ടി. ദേ ഹാവിൻഡ് അവർക്കില്ല, എ ലോട്ട് ഓഫ് ധാരാളം, പ്രോപ്പർട്ടി വസ്തുവകകൾ. അവർക്ക് ധാരാളം വസ്തുവകകൾ ഇല്ല. അവർക്ക് ധാരാളം വസ്തുവകകൾ ഇല്ലേ എന്ന് ചോദിക്കുവാൻ അതിൽ ഹാവിൻ്റെ അടുത്ത് ആദ്യം ഇട്ടു, വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. ഹാവിൻഡ് ദേ എ ലോട്ട് ഓഫ് പ്രോപ്പർട്ടി. നെക്സ്റ്റ്, ദേ ഹാവിൻഡ് എ ലാർജ് ബംഗ്ലോ. അവർക്ക് ഒരു വിശാലമായ ബംഗ്ലാവ് ഇല്ല. അവർക്ക് വിശാലമായ ഒരു ബംഗ്ലാവ് ഇല്ലേ എന്ന് ചോദിക്കുവാൻ ഹാവിൻ്റെ അടുത്ത് ആദ്യം ഇട്ടു, വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇങ്ങനെ വായിക്കും, ഹാവിൻഡ് ദേ എ ലാർജ് ബംഗ്ലോ. നെക്സ്റ്റ്, ഹാസിൻഡ് ഹാഡിൻഡ് നമ്മൾ പഠിച്ചു. ഹാസിൻ്റെ ഹാവിൻ്റെ നമ്മൾ പഠിച്ചു. അതിൻ്റെ പാസ്റ്റ് ടെൻസ് രൂപമാണ് ഹാഡിൻഡ്, ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹാസിൻഡ് എന്ന് വെച്ചാൽ ഇല്ല, ഹാവിൻഡ് ഇല്ല. പക്ഷേ രണ്ടിൻ്റെയും പാസ്റ്റ് ടെൻസ് ഒറ്റ വാക്കാണ്, ഹാഡിൻഡ്, ഉണ്ടായിരുന്നില്ല എന്നാണ് അതിനർത്ഥം. സാധാരണ നെഗറ്റീവ് സെൻറ്റൻസിൽ അത് വരുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം വരും. എന്നാൽ ചോദ്യരൂപത്തിൽ അത് ആവുമ്പോൾ ഉണ്ടായിരുന്നില്ലേ എന്നർത്ഥമാണ് അതിന് വരിക. ഹാസിൻഡ്, ഹാവിൻഡ്, ഹാഡിൻഡ് ഇവയെല്ലാം ചോദ്യവാചകങ്ങൾ. സാധാരണഗതിയിൽ വാചകത്തിൻ്റെ തുടക്കത്തിൽ ആദ്യമാണത് വരുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. വി ഹാഡിൻഡ് ആൻ എലിഫൻറ്റ്. വി ഹാഡിൻഡ് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല, ആൻ എലിഫൻറ്റ് ഒരു ആന. ഞങ്ങൾക്കൊരാന ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കൊരാന ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുവാൻ ഹാഡിൻ്റെ അടുത്ത് ആദ്യം ഇടുക, വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുക. എല്ലാത്തിനും ഒരേ നിയമമാണ് ക്വസ്റ്റ്യൻ ആക്കുവാൻ. ഹാഡിൻഡ് വി ആൻ എലിഫൻറ്റ്, ഞങ്ങൾക്ക് ഒരു ആന ഉണ്ടായിരുന്നില്ലേ. നെക്സ്റ്റ്, ഹി ഹാഡിൻഡ് സിവിയർ ഫീവർ ലാസ്റ്റ് വീക്ക്. ഹി ഹാഡിൻഡ് അവൻ ഉണ്ടായിരുന്നില്ല, സിവിയർ കഠിനമായ, ഫീവർ പനി, ലാസ്റ്റ് വീക്ക് കഴിഞ്ഞയാഴ്ച അവന് കഠിനമായ പനി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞയാഴ്ച കഠിനമായ പനി അവന് ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുവാൻ ഹാഡിൻ്റെ അടുത്ത് ആദ്യം ഇട്ടു, വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഹാഡിൻഡ് ഹി സിവിയർ ഫീവർ ലാസ്റ്റ് വീക്ക്. നെക്സ്റ്റ്, ദ ലയൺ ഹാഡിൻഡ് 3 cups. ദ ലയൺ ഹാഡിൻഡ് സിംഹത്തിന് ഉണ്ടായിരുന്നില്ല 3 cups 3 കുഞ്ഞുങ്ങൾ. സിംഹത്തിന് 3 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. സിംഹത്തിന് 3 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുവാൻ ഹാഡിൻ്റെ അടുത്ത് ആദ്യം ചേർക്കുക, വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർക്കുക. ഹാഡിൻഡ് ദ ലയൺ 3 cups. നെക്സ്റ്റ്, ഷീ ഹാഡിൻഡ് സഫേർഡ് എ ലോട്ട് ഓഫ് പെയിൻ ഇൻ ഹർ ലൈഫ്. ഷീ ഹാഡിൻഡ് സഫേർഡ് അവൾ സഹിച്ചിട്ടുണ്ടായിരുന്നില്ല, എ ലോട്ട് ഓഫ് ധാരാളം, പെയിൻ വേദന, ഇൻ ഹെർ ലൈഫ് അവളുടെ ജീവിതത്തിൽ. അവളുടെ ജീവിതത്തിൽ അവൾ ഒത്തിരി വേദന സഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾ ഒത്തിരി വേദന സഹിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുവാൻ ആ സെൻറ്റൻസിലെ ഹാഡിൻ്റെ അടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുക, വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർക്കണം. ഹാഡിൻഡ് ഷീ സഫേർഡ് എ lot of pain in her life. Next, the house hadn't a tall chimney. The house hadn't വീട്ടിനുണ്ടായിരുന്നില്ല ഒരു tall chimney പൊക്കമുള്ള പുകക്കുഴൽ. വീട്ടിന് പൊക്കമുള്ള ഒരു പുകക്കുഴൽ ഉണ്ടായിരുന്നില്ല. വീട്ടിന് പൊക്കമുള്ള ഒരു പുകക്കുഴൽ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുവാൻ hadn't the house a tall chimney. hadn't the house വീട്ടിനുണ്ടായിരുന്നില്ലേ a tall chimney പൊക്കമുള്ള ഒരു ചിമ്നി. നെക്സ്റ്റ്, വി ഹാഡിൻ്റെ പിക്നിക് ലാസ്റ്റ് മന്ത്. വി ഹാഡിൻ്റെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, എ പിക്നിക് ഒരു ഉല്ലാസയാത്ര, ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ഒരു ഉല്ലാസയാത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ചോദിക്കേണ്ടത് കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ഒരു ഉല്ലാസയാത്ര ഉണ്ടായിരുന്നില്ലേ. ഹാഡിൻ്റെ അടുത്ത് ആദ്യം ഇട്ടു, വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. ഹാഡിൻ്റെ വി എ പിക്നിക് ലാസ്റ്റ് മന്ത്. നെക്സ്റ്റ്,
ദേ ഹാഡിൻഡ് എ ലോട്ട് ഓഫ് മണി. ദേ ഹാഡിൻഡ് അവർക്കുണ്ടായിരുന്നില്ല. എ ലോട്ട് ഓഫ് ധാരാളം അല്ലെങ്കിൽ ഒത്തിരി. മണി പണം, ഇവിടെ സമ്പത്ത് എന്ന അർത്ഥവും എടുക്കാം. ദേ ഹാഡിൻഡ് എ ലോട്ട് ഓഫ് മണി അവർക്ക് ധാരാളം പണം ഉണ്ടായിരുന്നില്ല. അവർക്ക് ധാരാളം പണം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുവാൻ അതിലെ ഹാഡിൻ്റെ അടുത്ത് ആദ്യം ഇട്ടു, വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. ഹാഡിൻ്റെ ദേ എ ലോട്ട് ഓഫ് മണി. നെക്സ്റ്റ്, യു ഹാഡിൻ്റെ മെനി ഫ്രണ്ട്സ് വെൻ യു വെയർ റിച്ച്. യു ഹാഡിൻ്റെ മെനി ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അനേകം കൂട്ടുകാർ. വെൻ യു വെയർ റിച്ച് നിങ്ങൾ പണക്കാർ ആയിരുന്നപ്പോൾ. അപ്പോൾ നിങ്ങൾ പണക്കാർ ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് അനേകം കൂട്ടുകാർ ഉണ്ടായിരുന്നില്ലേ എന്നാണ് അടുത്ത് നമുക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ അതിലെ ഹാഡിൻ്റെ അടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുക, വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്കും ഇടുക. അപ്പോൾ എങ്ങനെ വായിക്കാൻ സാധിക്കും? ഹാഡിൻ്റെ യു മെനി ഫ്രണ്ട്സ് നിങ്ങൾക്ക് അനേകം കൂട്ടുകാർ ഉണ്ടായിരുന്നില്ലേ? വെൻ യു വെയർ റിച്ച് നിങ്ങൾ ധനികർ ആയിരുന്നപ്പോൾ. അപ്പോൾ ഇതൊക്കെ മാതൃകകളാണ്. ഈ സെൻറ്റൻസുകൾ നിങ്ങൾ നോക്കിയിട്ട് ഇതിൽ ഹാസിൻ്റെ, ഹാവിൻ്റെ, ഹാഡിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന രീതി മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ വാക്കുകൾ പ്രയോഗിച്ച് നിങ്ങളുടെ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിക്കണം. അടുത്ത നോക്കൂ, നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസ് ഇൻ വേരിയസ് ടെൻസസ്. വിവിധ കാലങ്ങളിൽ. ഇവിടെ ടെൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നടക്കുന്നത്, മുമ്പ് നടന്നത്, ഇനിമേൽ നടക്കുന്നത്. അതായത് ഇപ്പോൾ നടക്കുന്ന പ്രസൻറ്റ് ടെൻസ്, കഴിഞ്ഞത് പാസ്റ്റ് ടെൻസ്, ഇനി വരുന്നത് ഫ്യൂച്ചർ ടെൻസ്. ഇങ്ങനെ വിവിധ കാലങ്ങളിൽ ഉള്ള ചോദ്യങ്ങൾ ഇതേ രീതിയിൽ നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവ് നിഷേധക രൂപത്തിലുള്ള ചോദ്യവാചകങ്ങൾ, നമ്മളിപ്പോൾ പഠിച്ച അതേ മാതൃകയിലുള്ള ചോദ്യരൂപങ്ങൾ വിവിധ കാലങ്ങളിൽ നമ്മൾക്ക് എങ്ങനെ ചോദിക്കുവാൻ സാധിക്കുമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിലേറിയ പങ്കും നമ്മൾ കഴിഞ്ഞ പാർട്ടുകളിൽ പഠിച്ചതാണ്. അതിനെ ഞാൻ ഇവിടെ ഒന്നുകൂടിയൊക്കെ എടുത്ത് എഴുതി നിങ്ങൾക്കത് ഓർമ്മപ്പെടുത്തി തരികയാണ്. അപ്പോൾ ഇന്ന് പഠിച്ചതും ഇന്ന് നേരത്തെ പഠിച്ചതും, അതായത് ഹാസിൻ്റെ, ഹാവിൻ്റെ, ഹാഡിൻ്റെ ഉപയോഗിച്ച് നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസ് ഇന്ന് പഠിച്ചതും ഇത് നേരത്തെ പഠിച്ചതുമായതും തമ്മിൽ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഒരു സംശയം കൂടാതെ മറ്റുള്ളവരോട് ചോദിക്കുവാൻ സാധിക്കും. ഇവിടെ നോക്കൂ, ഷീ ഈസ് ഇൻ യുവർ സിസ്റ്റർ. ഈസിൻ്റെ ഇവിടെ പച്ചമഷിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന വാക്കുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഷീ ഈസ് ഇൻ യുവർ സിസ്റ്റർ. ഈസിൻ്റെ എന്ന് വെച്ചാൽ ഈസ് നോട്ട്, ചുരുക്കിയാണ് ഈസിൻ്റെ എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസ് നോട്ട് എന്നുള്ള രീതിയിൽ ആ സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ ഷീ ഈസ് നോട്ട് യുവർ സിസ്റ്റർ, അവൾ നിങ്ങളുടെ സഹോദരി അല്ല. ഷീ ഈസ് ഇൻ യുവർ സിസ്റ്റർ, അവൾ നിങ്ങളുടെ സഹോദരി അല്ല. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ചുരുക്കിയാലും ചുരുക്കാതെ ഉപയോഗിച്ചാലും അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ചുരുക്കി എഴുതുന്നതിൻ്റെ പ്രത്യേകത, അതെടുത്ത് നമുക്ക് ചോദ്യം ഉണ്ടാക്കുവാൻ എളുപ്പമാണ്. കാരണം ചോദ്യരൂപങ്ങളിൽ ചുരുക്കെഴുത്ത് രൂപമാണ് ചോദ്യത്തിൻ്റെ ആദ്യം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഈസിൻ്റെ അടുത്ത് ആദ്യം ഇട്ടിട്ട് തുടർന്ന് ആ സെൻറ്റൻസ് വായിച്ചിട്ട് വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കൂ. ഈസ് ഇൻ ഷീ യുവർ സിസ്റ്റർ. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ചോദ്യം കിട്ടുകയാണ്. ഈസ് ഇൻ ഷീ അവൾ അല്ലേ, യുവർ സിസ്റ്റർ നിങ്ങളുടെ സഹോദരി. അപ്പോൾ നമ്മൾ മലയാളത്തിൽ അർത്ഥമെടുക്കുമ്പോൾ അവൾ നിങ്ങളുടെ സഹോദരി അല്ലേ. അടുത്ത്, ഷിബു ആൻഡ് ഷിജു ആർ ഇൻ യുവർ ഫ്രണ്ട്സ്. ഈ ആറിൻ്റെ എന്നത് ആർ നോട്ടാണ്. ഷിബു ആൻഡ് ഷിജു ആർ നോട്ട് യുവർ ഫ്രണ്ട്സ്. ഷിബുവും നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ല. നമുക്ക് ചോദിക്കേണ്ടത് ഷിബുവും ഷിജുവും നിങ്ങളുടെ കൂട്ടുകാർ അല്ലേ. അപ്പോൾ ആറിൻ്റെ എന്ന് പറയുന്ന വാക്കെടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുകയും ചെയ്താൽ മതി. ആറിൻ്റെ ഷിബു ആൻഡ് ഷിജു യുവർ ഫ്രണ്ട്സ്. ഷിബുവും ഷിജുവും നിങ്ങളുടെ കൂട്ടുകാർ അല്ലേ. അപ്പോൾ ഇവിടെ ഈസിൻ്റെ, ആറിൻ്റെ ഇവ പ്രസൻറ്റ് ടെൻസിലുള്ളതാണ്. ഈസിൻ്റെ സിംഗുലറാണ്, ആറിൻ്റെ പ്ലൂറലുമാണ്. ഇനി ഷീ വാസിൻ്റ് ഗോയിങ് ടു കോളേജ്. ഷീ വാസ് നോട്ട് ഗോയിങ് എന്നാണ് വാസിൻ്റെ, വാസ് നോട്ട് ഗോയിങ് ടു കോളേജ്. ഷീ വാസ് നോട്ട് ഗോയിങ്, അവൾ പോകുകയായിരുന്നില്ല. ടു കോളേജ്, കോളേജിലേക്ക്, അല്ലെങ്കിൽ അവൾ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായില്ല. ഗോയിങ് എന്ന് പറയുമ്പോൾ തുടർച്ചയെ കാണിക്കും. INGയിൽ അവസാനിക്കുന്ന വെർബുകൾ ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതാണ്. ഷീ വാസിൻ്റ് ഗോയിങ്, അവൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല. ടു കോളേജ്, കോളേജിലേക്ക്. അപ്പോൾ അവൾ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്ന് വേണം
നമുക്ക് ചോദ്യമുണ്ടാക്കുവാൻ. അപ്പോൾ വാസ് നോട്ടിനെ ചുരുക്കി വാസിൻ്റെ ആക്കി, അതിന് വാചകത്തിൻ്റെ ആദ്യം ഇട്ടിട്ട് തുടർന്ന് വായിച്ചു, വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർത്ത്. അപ്പോൾ എങ്ങനെ വായിക്കാം? വാസിൻ്റെ ഷീ ഗോയിങ് ടു കോളേജ്, അവൾ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ. അപ്പോൾ ഈ വാസിൻ്റെ എന്നത് ഈസിൻ്റെ പാസ്റ്റ് ടെൻസ് രൂപമാണ്. നെക്സ്റ്റ്, ചന്ദ്രൻ ആൻഡ് സോമൻ വെയറിൻ്റെ ഫാർമേഴ്സ്. ചന്ദ്രനും സോമനും വെയർ നോട്ട് ഫാർമേഴ്സ് എന്നാണ്. വെയറിൻ്റെ വിശദീകരിച്ചെഴുതുമ്പോൾ വെയർ നോട്ട് ഫാർമേഴ്സ്, ആയിരുന്നില്ല എന്നുള്ള അർത്ഥമാണ്. ചന്ദ്രനും സോമനും വെയർ നോട്ട് ഫാർമേഴ്സ്, കർഷകർ ആയിരുന്നില്ല. അപ്പം നമുക്ക് ചോദിക്കേണ്ടത് ചന്ദ്രനും സോമനും കർഷകരായിരുന്നില്ലേ. അപ്പോൾ വെയർ നോട്ടിനെ ചുരുക്കി വെയറിൻ്റെ എന്നാക്കി, അതിനെ എടുത്ത് ആ വാചകത്തിൻ്റെ ആദ്യം ഇടുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ അതൊരു നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആകും. അപ്പോൾ എങ്ങനെ വായിക്കാം? വെയറിൻ്റെ ചന്ദ്രൻ ആൻഡ് സോമൻ ഫാർമേഴ്സ്, ചന്ദ്രനും സോമനും കർഷകർ ആയിരുന്നില്ലേ. അപ്പോൾ ഇവിടെ വെയറിൻ്റെ എന്ന വാക്ക് വാസിൻ്റെ എന്നതിൻ്റെ പ്ലൂറൽ ഫോമാണ്. അതുപോലെ ആറിൻ്റെ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് രൂപവുമാണ്. ഇനി ദ ഡോക്ടർ വോണ്ട് ബി ഇൻ ദ ഹോസ്പിറ്റൽ റൈറ്റ് നൗ. ഈ വോണ്ട് എന്നതും ഷാൻഡ് എന്നതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ കഴിഞ്ഞ പാർട്ടുകളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. വോണ്ട് എന്നത് വിൽ നോട്ടാണ്. വിൽ നോട്ട് ഇനിമേൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി, അതായത് ഭാവി കാലത്തെപ്പറ്റി പറയുമ്പോൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്, രണ്ട് ആക്സിലറി വെർബ്സ് ആണ്, വില്ലും ഷാലും. അപ്പോൾ വിൽ നോട്ട് ചുരുക്കി ഇംഗ്ലീഷിൽ വോണ്ട് എന്നാണ് പറയുക. അപ്പോൾ ദ ഡോക്ടർ വിൽ നോട്ട് ബി ഇൻ ദ ഹോസ്പിറ്റൽ റൈറ്റ് നൗ. ഡോക്ടർ ആശുപത്രിയിൽ ഈ സമയത്ത് ഉണ്ടായിരിക്കുകയില്ല എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഈ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ആശുപത്രിയിൽ ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ വിൽ നോട്ടിന് ചുരുക്കി വോണ്ട് എന്നാക്കി ആ വോണ്ട് എടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇട്ടിട്ട് തുടർന്ന് വായിച്ചാൽ എങ്ങനെയായിരിക്കും? വോണ്ട് ദ ഡോക്ടർ ബി ഇൻ ദ ഹോസ്പിറ്റൽ റൈറ്റ് നൗ. ഇപ്പോൾ ഈ സമയത്ത് ഡോക്ടർ ആശുപത്രിയിൽ ഉണ്ടായിരിക്കില്ലേ. ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ്. നെക്സ്റ്റ്, വി ഷാൻഡ് സീക്ക് ഹെൽപ്പ് ഫ്രം അവർ ക്ലാസ്മേറ്റ്സ് ടു ക്ലിയർ അവർ ഡൗട്ട്സ്. ഇവിടെ ഷാൻഡ് എന്നതും ഷാൽ നോട്ടാണ്. അതും ഫ്യൂച്ചർ ടെൻസ്. സാറിന് ഷാൽ വിയുടെ കൂടെയും ഐയുടെ കൂടെയുമാണ് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. വി ഷാൽ നോട്ട് സീക്ക് ഹെൽപ്പ് ഫ്രം അവർ ക്ലാസ്മേറ്റ്സ് ടു ക്ലിയർ അവർ ഡൗട്ട്സ്. വി ഷാൽ നോട്ട് സീക്ക്. സീക്ക് എന്ന ഇംഗ്ലീഷ് വാക്കിനർത്ഥം ആരായുക, തേടുക എന്നൊക്കെയാണ്. അപ്പോൾ വി ഷാൽ നോട്ട് സീക്ക്, നമ്മൾ തേടുകയില്ല. ഹെൽപ്പ്, സഹായം. ഫ്രം അവർ ക്ലാസ്മേറ്റ്സ്, നമ്മുടെ സഹപാഠികളിൽ നിന്ന്. ടു ക്ലിയർ, ദൂരീകരിക്കുവാൻ. അവർ ഡൗട്ട്സ്, നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ നമ്മൾ നമ്മുടെ സഹപാഠികളിൽ നിന്നും സഹായം തേടുകയില്ല. അപ്പം ചോദ്യം ഉണ്ടാക്കുവാൻ ആ ഷാൽ നോട്ട് ചുരുക്കി ഷാൻഡ് എന്നാക്കണം. ആ ഷാൻഡിനെടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇട്ടിട്ട് തുടർന്ന് വായിക്കണം. വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർക്കണം. അപ്പോൾ ഷാൻഡ് വി സീക്ക് ഹെൽപ്പ് ഫ്രം അവർ ക്ലാസ്മേറ്റ്സ് ടു ക്ലിയർ അവർ ഡൗട്ട്സ്. നമ്മളെ ഡൗട്ട് ക്ലിയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സഹപാഠികളിൽ നിന്നും നമ്മൾ സഹായം സ്വീകരിക്കില്ലേ. നെക്സ്റ്റ്, there isn't a beautiful parrot in the cage. there isn't ഇല്ല, ഒരു ബ്യൂട്ടിഫുൾ പാരറ്റ്, മനോഹരമായ തത്ത, ഇൻ ദ കേജ്. കേജ് എന്ന് വെച്ചാൽ കൂടെന്ന് വെച്ചാൽ ഇവിടെ പക്ഷി ഉണ്ടാക്കുന്ന കൂടല്ല. പക്ഷിക്ക് വേണ്ടിയോ മൃഗങ്ങൾക്ക് വേണ്ടിയോ മനുഷ്യരുണ്ടാക്കി കൊടുക്കുന്ന കൂടിനെയാണ് കേജ് എന്ന് പറയുന്നത്. പക്ഷികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കൂടിനെ നെസ്റ്റ്, NEST എന്നാണ് പറയുക. അപ്പോൾ there isn't a beautiful parrot in the cage. കേജിൽ അല്ലെങ്കിൽ കൂട്ടിൽ മനോഹരമായ ഒരു തത്ത ഇല്ല. അപ്പോൾ ഇവിടെ there isn't, അത് തിരിച്ചാണ് അടുത്ത രൂപത്തിൽ ഇട്ടിരിക്കുന്നത്. there isn't ഈസിൻ്റെ അടുത്ത് ആദ്യം ഇട്ടിട്ടുണ്ട്. isn't there a beautiful parrot in the cage? കേജിൽ മനോഹരമായ ഒരു തത്ത ഇല്ലേ. അപ്പോൾ ഇതൊക്കെ മാതൃകകളാണ്. ഈ മാതൃകകൾ നിങ്ങൾ നോക്കി പഠിക്കണം. വീണ്ടും തുടരുകയാണ്. നെക്സ്റ്റ് നോക്കൂ. there aren't many people in the gallery watching cricket. there aren't ഇല്ല.
there aren't ഇല്ല. മെനി പീപ്പിൾ ധാരാളം ആളുകൾ ഇൻ ദ ഗാലറി ഗാലറിയിൽ വാച്ചിങ് ക്രിക്കറ്റ് ക്രിക്കറ്റ് കണ്ടുകൊണ്ട് ധാരാളം ആളുകൾ എവിടെ ഇല്ല? ഗാലറിയിൽ ഇല്ല. അപ്പോൾ അത് ചോദ്യരൂപമാക്കുവാൻ എന്ത് ചെയ്തു? ആ there aren'tലെ ആറിൻ്റെ അടുത്ത് ആദ്യം ഇട്ട് ആറിൻ്റെ there many people in the gallery watching cricket ക്രിക്കറ്റ് നിരീക്ഷിച്ചുകൊണ്ട് ഗാലറിയിൽ ഒത്തിരി ആളുകൾ ഇല്ലേ? നെക്സ്റ്റ് നോക്കൂ. There wasn't a dog at the gate. There wasn't ഉണ്ടായിരുന്നില്ല a dog ഒരു പട്ടി at the gate ഗേറ്റിനടുത്തൊരു പട്ടി ഉണ്ടായിരുന്നില്ല. ഗേറ്റിനടുത്തൊരു പട്ടി ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുവാൻ ഈ there wasn'tലെ wasn't എന്ന വാക്കെടുത്ത് ആദ്യം ഇട്ടു എന്ന് വെച്ചാൽ there wasn't തിരിച്ചിട്ടു. wasn't there a dog at the gate ഗേറ്റിനടുത്ത് ഒരു പട്ടി ഉണ്ടായിരുന്നില്ലേ? നെക്സ്റ്റ്. There weren't many children in the park playing with toys. There weren't അതും ഉണ്ടായിരുന്നില്ല. There wasn't സിംഗുലർ ആണ്. There weren't അതിൻ്റെ പ്ലൂറൽ ആണ്. There weren't many children in the park playing with toys. കളിപ്പാവകളോട് കളിപ്പാട്ടങ്ങൾ ടോയ്സ് എന്ന് വെച്ചാൽ കളിപ്പാട്ടം കളിപ്പാട്ടങ്ങളോട് കളിച്ചുകൊണ്ട് ഒത്തിരി കുട്ടികൾ പാർക്കിൽ ഉണ്ടായിരുന്നില്ല. അപ്പം അടുത്ത ചോദ്യം എന്താണ് വരേണ്ടത്? കളിപ്പാട്ടങ്ങളോട് കളിച്ചുകൊണ്ട് ഒത്തിരി കുട്ടികൾ പാർക്കിൽ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അവിടെ there weren'tലെ വേറിൻ്റെ അടുത്ത് ആദ്യം ഇട്ട് വേറിൻ്റെ there many children in the park playing with toys. പ്ലേയിങ് വിത്ത് ടോയ്സ് എന്ന് വെച്ചാൽ കളിപ്പാട്ടങ്ങളോട് കളിച്ചുകൊണ്ട് ഒട്ടനവധി പിള്ളേർ അല്ലെങ്കിൽ കുട്ടികൾ പാർക്കിൽ ഉണ്ടായിരുന്നില്ലേ? നെക്സ്റ്റ്. ഷീ ഹാസിൻഡ് എ കാർ. ഷീ ഹാസിൻഡ് ഹാസ് എന്ന് വെച്ചാൽ ഉണ്ട്. ഹാസിൻഡ് ഇല്ല. ഷീ ഹാസിൻഡ് എ കാർ അവൾക്കൊരു കാറില്ല. ഹാസിൻഡ് ഷീ എ കാർ അവൾക്കൊരു കാറില്ലേ? അവിടെ ഹാസിൻ്റെ അടുത്ത് ആദ്യം ഇടുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുകയും ചെയ്തു. ഇത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതാണ്. ഇന്ന് തന്നെ നേരത്തെ പഠിച്ചതാണ്. ഹാസിൻഡ് ഹാവിൻഡ് ഹാഡിൻഡ്. അടുത്ത്. They haven't many friends to play football. They haven't have ഉണ്ട് haven't ഇല്ല. They haven't many friends അവർക്ക് അനേകം സുഹൃത്തുക്കളില്ല to play football ഫുട്ബോൾ കളിക്കുവാൻ. നെക്സ്റ്റ്. haven't they many friends to play football അത് ചോദ്യമാക്കുവാൻ ആ സെൻറ്റൻസിലെ haven't അടുത്ത വാചകത്തിൻ്റെ ആദ്യം ഇടുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുകയും ചെയ്തു. haven't they many friends to play football ഫുട്ബോൾ കളിക്കുവാൻ അവർക്ക് അനേകം സുഹൃത്തുക്കൾ ഇല്ലേ? നെക്സ്റ്റ്. യു ഹാഡിൻഡ് എ ബിഗ് ഹൗസ്. ഇപ്പം ഹാസിൻഡ് ഇല്ല ഹാവിൻഡ് ഇല്ല. ഹാസിൻഡ് സിംഗുലർ ഹാവിൻഡ് പ്ലൂറൽ. അത് രണ്ടിൻ്റെയും പാസ്റ്റ് ടെൻസ് രൂപമാണ്. ഹാഡിൻഡ് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. യു ഹാഡിൻഡ് എ ബിഗ് ഹൗസ് നിങ്ങൾക്ക് വലിയൊരു വീട് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വലിയൊരു വീട് ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുവാൻ ഹാഡിൻ്റെ അടുത്ത് ആ സെൻറ്റൻസിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ മതി. ഹാഡിൻഡ് യു എ ബിഗ് ഹൗസ്.